എല്ലാം നാം കാരണോ? നമ്മുടെ നമ്മുടെ പിഴവാണ്. സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ഈ ആപത്തിന്റെ ഉത്തരവാദിത്തം നമ്മുടേതാണ്. ഇല്ലില്ലില്ല, നാം കാരണം എല്ലാവരുടെയും ജീവൻ ആപത്തിലാകപ്പെട്ടിരിക്കുന്നു. നാം ഇതെന്താണ് ഈ ചെയ്തത്? രൂപവതി, പുത്രി, നീയും കുറ്റബോധത്താൽ നീറുകയാണെന്ന് നാം അറിയുന്നു. നോക്ക് പുത്രി, നിനക്കറിയില്ലായിരിക്കാം, എന്നാൽ നിനക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുന്നതുമാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? പറയൂ, നിങ്ങൾ എല്ലാവരും പറയൂ. പറഞ്ഞാലും നാം എന്താണ് ചെയ്യേണ്ടത്? നാം എന്തും ചെയ്യാൻ തയ്യാറാണ്. നോക്ക് ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തിക്ക് ഒരു കാര്യം സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ജ്യേഷ്ഠത്തിയുടെ മേലെ ഏതോ ദുഷ്ടശക്തിയുടെ സാന്നിധ്യമുണ്ട്. അക്കാരണം കൊണ്ടാണ് രാജ്യത്ത് ഒന്നിനു പുറമെ ഒന്നായി ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. കൊള്ളാം. കുമാരൻ എന്തായാലും കൃത്യസമയത്ത് തന്നെ പ്രഹരം നടത്തി. വളരെ നല്ലത്. കഷ്ടം. എന്താണ് ഈ പറയുന്നത്? സിംഹാസനത്തോടുള്ള മോഹത്താൽ കുമാരൻ എന്തിനാണ് രൂപവതി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? കഷ്ടം. ഇങ്ങനെയൊരു സന്താനത്തെ നാം നമ്മുടെ ഉദരത്തിൽ പാലിച്ചത് എന്തിനാണ്? ഇതാണ് നമ്മുടെ അഭിപ്രായം. നീ ഇപ്പോൾ തന്നെ വിവാഹം ചെയ്ത് മറ്റേതെങ്കിലും സുരക്ഷിതമായ രാജ്യത്തിലേക്ക് പോകുന്നതാണ് ഉചിതം. വിവാഹം? അപ്പോൾ യഥാർത്ഥത്തിൽ രൂപവതിയുടെ വിവാഹം നടത്തുന്നത് തന്നെയാണോ ശരിയായ തീരുമാനം? ഇത് ശരിയായ തീരുമാനം മാത്രമല്ല, ഇത് തന്നെയായിരിക്കും ഉചിതമായ ഒരേ ഒരു തീരുമാനം. അതിലാണ് നിനക്കും നന്മയുള്ളത്, അതുപോലെ രൂപനഗരത്തിന്റെയും. നോക്കൂ ജ്യേഷ്ഠത്തി, അവിടുന്ന് നമ്മെ തെറ്റിദ്ധരിക്കേണ്ട. ജ്യേഷ്ഠത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഇതെല്ലാം പറയുന്നത്. അങ്ങൊരു ദുർബലനായ മഹാരാജാവാണ്. നമ്മുടെ രാജകുമാരിക്കും അങ്ങയുടെ ഈ ദൗർബല്യം കൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായത്. ആ രാക്ഷസൻ ഈ രാജ്യത്ത് പ്രവേശിച്ച് നമ്മോടൊപ്പം വസിച്ച് നമ്മുടെ ഈ രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ അലഞ്ഞ് തിരിഞ്ഞ് ആഘോഷിക്കുകയും അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്തു. എന്താ രാജപുരോഹിത, നാം സത്യമല്ലേ പറഞ്ഞത്? രാജാവിന്റെ സഹോദരൻ പതിയെ പതിയെ മഹാരാജാവിനെ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം വളരെ ബുദ്ധിപൂർവ്വം മറുപടി പറയേണ്ടതാണ്. അല്ല, നമ്മുടെ അഭിപ്രായം വ്യക്തമായി പറയുകയാണെങ്കിൽ അത് അപ്രകാരം തന്നെ അനുഭവപ്പെടുന്നു. അതുപോലെ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാവരും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാജകുമാരിയുടെ ബുദ്ധിക്ക് ഇപ്പോഴും കൃത്യമായൊരു പാകത വന്നിട്ടില്ല. രാജകുമാരി നമുക്ക് മേരെ പ്രിയപ്പെട്ടവളാണ്. അവളോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുമില്ല. എന്നാൽ ആ സ്നേഹത്തിൽ നാം അന്ധനായിട്ടുമില്ല. എന്നാൽ അങ്ങ് അന്ധനായി മഹാരാജൻ. എന്താ അങ്ങയ്ക്ക് അനുഭവപ്പെടുന്നില്ലേ? അങ്ങ് ശാരീരികമായും മാനസികമായും ഒരുപാട് ദുർബലനായി കഴിഞ്ഞുവെന്ന് എന്താ തോന്നുന്നില്ലേ? ഈ രൂപനഗരത്തിനു വേണ്ടി, രൂപനഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, രൂപനഗരത്തിന്റെ ഭാവിക്ക് വേണ്ടി ഈ രാജസിംഹാസനത്തിന്റെ ഉത്തരവാദിത്വം ഉപേക്ഷിക്കാൻ അങ്ങക്ക് ഇപ്പോഴും തോന്നുന്നില്ലേ? അതെ, നാം സിംഹാസനം ഉപേക്ഷിക്കുന്നതിനായി മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു. എന്നാൽ അനുയോജ്യനായ അനന്തരാവകാശിയെ ലഭിക്കുന്നതുവരെ ദയവ് ചെയ്ത് യോഗ്യതയുടെ കാര്യം അങ്ങ് പറയാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുമാരൻ ഈ രാജ്യത്തിന്റെ രാജാവാകാൻ തീർത്തും യോഗ്യനാണ്. അതുപോലെ മറ്റൊന്നുകൂടി അറിയാം, രാജ്യത്തിലെ ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ പിന്നെ അങ്ങേക്ക് മാത്രം എന്താണ് പ്രശ്നം? അദ്ദേഹം ഇപ്പോഴും ഈ രാജ്യത്തിലെ മഹാരാജാവാണ്. ഇപ്പോൾ എന്തായാലും മഹാരാജാവിന്റെ തീരുമാനത്തിൽ നമ്മളെല്ലാവരും വിശ്വാസം അർപ്പിക്കുകയാണ് വേണ്ടത്.
പ്രതാപൻ, നമുക്ക് ഇനിയും അല്പം സമയം കൂടി വേണം. ഇനിയും സമയം വേണമെന്നോ? ഇല്ല മഹാരാജൻ. രാജ്യത്തിന്റെ മഹാരാജാവായിരുന്നിട്ട് കൂടി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അങ്ങക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്തു തന്നെയായാലും അത് ചെയ്യാൻ നാം തയ്യാറാണ്. അതുകൊണ്ട് നാം ഇന്ന് തന്നെ എല്ലാ ദിക്കിലും രൂപവതിയുടെ സ്വയംവരത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. രാജപുരോഹിത കേൾക്കൂ. അങ്ങൊരു ശുഭമുഹൂർത്തം കണ്ടെത്തിയാലും രൂപവതിയുടെ വിവാഹത്തിന് ശേഷം കുമാരന്റെ രാജ്യാഭിഷേകം നടക്കുന്നതാണ്. നാം ഇപ്പോൾ തന്നെ രാജ്യം മുഴുവൻ ഈ വാർത്ത എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കട്ടെ. നാമും പോവുകയാണ്. നമുക്കും ഏറെ ജോലികൾ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. വിവാഹ ചടങ്ങുകളും മറ്റു തയ്യാറെടുപ്പുകളും എല്ലാം ഒറ്റയ്ക്ക് തന്നെ നിറവേറ്റണമല്ലോ. വാസ്തവത്തിൽ നമുക്ക് യാതൊന്നും മനസ്സിലാവുന്നില്ല. ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഇനി 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജകുമാരിയുടെ വിവാഹം പരിപൂർണമായില്ലെങ്കിൽ എങ്കിൽ രാജകുമാരിക്ക് മൃത്യുയോഗം കാണുന്നുണ്ട് മഹാരാജൻ. ചോട്ടില, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നീയൊന്ന് കേൾക്കൂ. മഹാരാജൻ ആദിദേവന്റെ ഗുഹയിലേക്ക് തനിച്ചാണ് പോകുന്നത്. എന്നാൽ അദ്ദേഹം നമ്മെ അദ്ദേഹത്തിനൊപ്പം രൂപനഗരത്തിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകും. അഥവാ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാജകുമാരി സ്വന്തം പിതാവിനെ പിതാശ്രീ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ പിതാശ്രീ സ്വന്തം പുത്രിക്ക് അഭയം നൽകാൻ തയ്യാറാവില്ലേ? ഒരു കാര്യം പറയട്ടെ, നമുക്കിപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. രാജകുമാരി, ഇതിനിടയ്ക്ക് രാജകുമാരി എവിടെ നിന്നാ വന്നത്? അവള് വന്നിട്ടില്ല, അവൾ വന്നിരിക്കും. എന്തൊരു വിഡ്ഢിയാണ്. അഥവാ ഇപ്പോൾ അവൾ വന്നില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് വരുന്നത്? എന്നാൽ മനസ്സിലായി. ചോട്ടില നമ്മോട് മന്ത്രവിദ്യ പ്രയോഗിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് രൂപം മാറാനുള്ള മന്ത്രം പ്രയോഗിക്കേണ്ടി വരും. ആ മന്ത്രം പ്രയോഗിക്കുന്നതിലൂടെ നാം രാജകുമാരിയായി മാറും. ഇത് വളരെ നിസ്സാര കാര്യമാണ്. ഈ കാര്യം നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്നതാണ് ചോട്ടില.